ചെറുപ്പം മുതലേ സിനിമാ ഭ്രാന്ത് തലക്ക് പിടിച്ചൊരു പയ്യൻ. പഠനത്തിന് ശേഷം പല സംവിധായകരോടും ചാൻസ് ചോദിച്ചു നടന്നു. ഒടുവിൽ വിജയ് തമ്പിയുടെ ഒരു സിനിമയിൽ അസിസ്റ്റ് ചെയ്യാൻ അയാൾക്ക് അവസരം ലഭിക്കുന്നു. ശേഷം ലോഹിതദാസ്, VK പ്രകാശ് അങ്ങനെ കുറച്ച് സംവിധായകരുടെ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുന്നു. തുടരും കണ്ടിറങ്ങിയ പ്രേക്ഷകർ അന്വേഷിച്ചത് മറ്റാരെയുമായിരുന്നില്ല, ഒരു ചെറുചിരിയും ഹലോയുമായി എത്തി പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ ഒന്ന് കൊടുക്കാൻ തോന്നുന്ന വില്ലനായി അഭിനയിച്ച ആ നടൻ ആരാണ് ജോർജ് സാർ? വേറെ ആരുമായിരുന്നില്ല, അത് പരസ്യചിത്രങ്ങളുടെ ആദികായൻ. 25 വർഷം ക്യാമറയ്ക്ക് പിന്നിലുള്ള ജീവിതം. ഒടുവിൽ അയാൾ ക്യാമറയ്ക്ക് മുന്നിലേക്ക്. സിനിമകളിൽ നിന്ന് സിനിമകളിലേക്കുള്ള ഇടവേള നികത്താൻ പരസ്യചിത്രങ്ങളിൽ പണിയെടുത്ത അയാൾ പിന്നീട് സിനിമകളിലേക്ക് തിരിച്ചു വന്നത് വർഷങ്ങൾക്കിപ്പുറം. പ്രകാശ് വർമ്മ എന്ന പുതുമുഖത്തിന്റെ അരങ്ങേറ്റം അതൊരു ഒന്നൊന്നര അരങ്ങേറ്റം തന്നെയായിരുന്നു. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം എന്ന പോസ്റ്ററിലൂടെ തുടരും ടീം CI ജോർജ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടന്റെ പേര് പുറത്തുവിടുമ്പോഴാണ് ചിലരെങ്കിലും പ്രകാശ് വർമ്മയെ പറ്റി കേൾക്കുന്നത് തന്നെ. ഒരുപക്ഷെ സിനിമയുടെ ആദ്യ ഷോക്ക് മുമ്പ് പ്രകാശ് വർമ്മ എന്ന പേര് പലരും കേട്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല. പക്ഷെ തീർച്ചയായും വർമ്മ സംവിധാനം ചെയ്ത പരസ്യങ്ങൾ പല ആവർത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു കാലത്ത് നമ്മളെ ചിരിപ്പിച്ച, അതിശയിപ്പിച്ച, ഇന്നും പലരും നൊസ്റ്റാൾജിക്കായി കരുതുന്ന വോഡാഫോണിന്റെ സൂസു, ഹജ് തുടങ്ങിയ പരസ്യചിത്രങ്ങളുടെ പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രം, ബംഗളൂരു കേന്ദ്രമായുള്ള പരസ്യചിത്ര സ്ഥാപനമായ നിർവാണയുടെ സ്ഥാപകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്ക് പ്രചോദനമായത് തന്നെ പ്രകാശ് വർമ്മ സംവിധാനം ചെയ്ത ഗ്രീൻ പ്ലൈയുടെ പരസ്യചിത്രമാണ്. അതുമാത്രമല്ല, കാഡ്ബറി, കൊക്കക്കോള, ഐഫോൺ അങ്ങനെ നമ്മൾ കണ്ട് ആഘോഷിച്ച പല പരസ്യങ്ങളും ഇദ്ദേഹത്തിൻ്റെതാണ്. CI ജോർജ് മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെ പ്രകാശ് വർമ്മ ചുവടുവെച്ചിരിക്കുന്നത് ഒരു കാലത്ത് മലയാളത്തിലെ മഹാനടന്മാരായിരുന്ന NF വർഗീസും മുരളിയുമൊക്കെ അഭിനയം കൊണ്ടും ശബ്ദവിന്യാസം കൊണ്ടും അമ്മാനമാടിയ വില്ലൻ കഥാപാത്രങ്ങളുടെ കൂട്ടത്തിലേക്കാണ്. ഇങ്ങനെയൊരു വില്ലനെയാണ് മലയാളികൾ കുറച്ചു കാലമായി കാത്തിരിക്കുന്നത്. ആദ്യ സിനിമയിൽ തന്നെ ലാലേട്ടനോട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനം. ഇതെന്റെ കഥയാടാ, ഈ കഥയിലെ നായകൻ ഞാനാടാ എന്ന് ലാലേട്ടന്റെ മുഖത്ത് നോക്കി പറയുന്ന സീൻ മാത്രം മതി ജോർജ് സാർ എന്ന വില്ലന്റെ റേഞ്ച് മനസ്സിലാക്കാൻ. ലാലേട്ടൻ സൈലന്റ് ആവുന്ന സീനുകളിലെല്ലാം പ്രകാശ് വർമ്മ കത്തിക്കയറുകയാണ്. സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് തരുണിന്റെ ഒരു ഫാൻ ബോയ് സംഭവമായിരിക്കുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ അതിൽ മാത്രം ഒതുങ്ങിയില്ല. പല പരസ്യചിത്രങ്ങൾ വേണ്ടെന്ന് വെച്ച് പ്രകാശ് വർമ്മ ഈ സിനിമയിൽ അഭിനയിച്ചത് തന്നെ മലയാളത്തിന്റെ ഒരേ ഒരു മോഹൻലാലിന് വേണ്ടിയാണ്. അതായത് ഇത് തരുണിന്റെ ഫാൻ ബോയ് സംഭവം മാത്രമല്ല, പ്രകാശിന്റെ ഒരു മോഹൻലാൽ ട്രിബ്യൂട്ട് കൂടിയാണ്. വർഷങ്ങളായി മോഹൻലാൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ. ആദ്യ മറുപടിയായി വന്നത് എമ്പുരാനായിരുന്നു. അടുത്ത മറുപടിയാണ് തരുൺ മൂർത്തിയുടെ തുടരും. അങ്ങനെയൊന്നും തീരുന്നതല്ല ഈ യുഗം. തലമുറകളുടെ നായകൻ, മലയാളത്തിന്റെ ഒരേ ഒരു മോഹൻലാൽ ഇവിടെ തുടരുക തന്നെ ചെയ്യും. ഒപ്പം CI ജോർജ് മാത്തനും.